എന്നിട്ട് അവർ ഇറങ്ങിപ്പോയിട്ട് ഭർത്താവാണോ അന്യപുരുഷനാണോ ഏത് വ്യക്തിയാണോ എന്നൊന്നും നോക്കാതെ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് ചില തോന്നിവാസങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ നിയമപ്രകാരമൊക്കെ അത് സ്വീകാര്യമായിരിക്കാം. പക്ഷെ മതത്തെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വിവാഹമാവുകയില്ല. വിവാഹമാകണമെങ്കിൽ ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ. ഒരു സ്ത്രീക്ക് വലിയ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആരാണ് ഈ വലിയ? ഒരു സ്ത്രീയുടെ വലിയ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരുപക്ഷെ അവളുടെ പിതാവാകാം. ഒരു പെണ്ണിന് അവളുടെ പിതാവ് വലിയാണ്, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ പിതാവ് ഉപ്പുപ്പ എന്ന് പറയും, അയാൾ വലിയാണ്. അല്ലെങ്കിൽ ആ പിതാവ് കുടുംബത്തിൽ നിന്ന് ഏൽപ്പിക്കുന്ന മറ്റു അംഗങ്ങൾ, വിവാഹ സമയത്ത് ഏൽപ്പിക്കപ്പെടുന്ന മറ്റു അംഗങ്ങൾ, അതും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയാണ്. ഇങ്ങനത്തെ ഒരു വലിയില്ലാതെ വിവാഹം സ്വീകാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യതീമിൻ്റെ വലി എന്ന് പറഞ്ഞാരാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണത്. അത് യതീമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളുകളാണ്. യതീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുന്നേ പിതാവ് നഷ്ടപ്പെട്ട മക്കൾക്കാണ് യതീം എന്ന് പറയുക. യതീമുകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഹദീസുകളും ആയത്തുകളും ഖുർആനിലുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യതീമായി വളർന്ന വ്യക്തിയാണ്. യതീം എന്ന് പറഞ്ഞാലും പോരാ, ചെറുപ്പത്തിൽ ഉപ്പയെ കാണുക പോലും ചെയ്യാത്ത വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അവിടത്തേക്ക് 6 വയസ്സാകുമ്പോഴേക്കും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥത്വത്തിൻ്റെ എല്ലാ കയ്പ് നീരുകളും കുടിച്ചു വളർന്ന ആളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, യതീമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളുകൾക്കാണ് യതീമിൻ്റെ വലിയ എന്ന് പറയാം. അതൊരു പക്ഷെ ബന്ധുക്കളാകാം, അടുത്ത മറ്റുള്ള ആളുകളാകാം. അത് വിശാലമായൊരു ചർച്ചയാണ്. ഞാൻ നമ്മളെ വിഷയത്തിൻ്റെ ഒരു വശം സൂചിപ്പിക്കാൻ. യതീമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളുകളോടാണ് അള്ളാഹു കൽപ്പിച്ചത്, യതീമിൻ്റെ സ്വത്ത് അന്യായമായി ഭക്ഷിക്കരുത്, അത് സംരക്ഷിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ശക്തമായി നിർദ്ദേശിച്ചതായിട്ട് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ 10-ാമത്തെ വചനത്തിലാണ് അള്ളാഹു അത് പറഞ്ഞത്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ, അന്യായമായിക്കൊണ്ട് യതീമിൻ്റെ ധനം ഭക്ഷിക്കുന്നതാരാണോ അതിൻ്റെ പേരിലൊക്കെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. യതീം ഖാന എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ ഒരു സംഗതിയായിട്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കല്ല പല ആളുകളും. വിശുദ്ധ ഖുർആൻ പറയുന്നത് അന്യായമായിക്കൊണ്ട് യതീമിൻ്റെ സമ്പത്ത് ഭക്ഷിച്ചാൽ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവൻ അവൻ്റെ വയറ്റിലേക്ക് ഇറക്കുന്നത് തീയാണെന്നാണ് അള്ളാഹു പറയുന്നത്. വസയസ്ലൗന സഗീറ, വഴിയെ അവൻ നരകത്തിൽ കടന്ന് എരിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയാണെന്ന് പറഞ്ഞാൽ അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, ആവേശമുള്ള ഒരു കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തരിച്ചിരിക്കുന്ന ഒന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ റബ്ബിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആവേശത്തോടെ, മറ്റുള്ളതിനേക്കാളെല്ലാം ആവേശത്തോടെ കേൾക്കാൻ നമുക്ക് സാധിക്കണം, പറയാൻ എനിക്കും സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു വലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ നമ്മുടെ സമീപസ്ഥനാണ്.
എല്ലാ കാര്യങ്ങളിലുമുള്ള രക്ഷാധികാരിയാണ് നമ്മുടെ റബ്ബ്. ദുനിയാവിൽ നമുക്കൊരു പക്ഷേ രക്ഷാധികാരികളും നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആളുകളും രക്ഷപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടാവാം. അതൊന്നും പൂർണ്ണാർത്ഥത്തിലോ വിശാലമായ അർത്ഥത്തിലോ പറഞ്ഞതല്ല, താൽക്കാലികമായ ചില ഇടപെടലുകൾ. എന്നാൽ അള്ളാഹു രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ അതെല്ലാ സമയത്തും ഉണ്ട്. അത് മനുഷ്യരെല്ലാം കൈവെടിഞ്ഞ് എല്ലാ കഥകുകളും അടഞ്ഞു പോയാലും അതിൻ്റെ അപ്പുറത്തേക്ക് പുതിയ പോംവഴികൾ കാണിച്ചു തരാൻ നമ്മുടെ റബ്ബിന് സാധിക്കും. ആ അർത്ഥത്തിലാണ് അള്ളാഹു അൽ വലിയാണ്, രക്ഷാധികാരിയാണ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ നാമത്തെ വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. വലിയ എന്ന് പറഞ്ഞ സമീപസ്ഥനാണെന്ന് അർത്ഥം പറഞ്ഞല്ലോ. അവൻ നമ്മുടെ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാണ്, എത്രത്തോളം സമീപസ്ഥനാണ് നമ്മുടെ റബ്ബ്? വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒട്ടനവധി വചനങ്ങൾ പറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ ഖാഫ്. ആ സൂറത്തുൽ ഖാഫിന്റെ 16-ാമത്തെ വചനം എന്താ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മളെപ്പോഴും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പേർത്തും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ചില ആയത്തുകളിൽപ്പെട്ട ആയത്താണത്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു എന്നല്ല പറയാണ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അവൻ്റെ മനസ്സ് യാതൊന്നിനെ കുറിച്ചാണോ മന്ത്രിക്കുന്നത് അതറിയുന്നവനാണ് അല്ലാഹു. പുറത്തു പറയണ്ട. മനസ്സ് മന്ത്രിക്കുന്നത് പോലും കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ലോകത്തല്ലേ. ഓരെന്തെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, എത്ര വിഭിന്നമായ രൂപത്തിലായിരിക്കും, എത്ര വിഭിന്നമായ ഭാഷകളിലായിരിക്കും. അതെല്ലാം അതിൻ്റെ ആഴവും പരപ്പും അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് സമീപസ്ഥനായ അൽ വലിയായ അള്ളാഹു. അവനിൽ ശക്തമായി വിശ്വാസം അർപ്പിച്ചാൽ നമ്മുടെ പകുതി ടെൻഷൻ നമ്മളിൽ നിന്ന് അറിയാതെ ഇറങ്ങിപ്പോവും. അതിനാണ് നമ്മൾ അസാദ വെക്കുന്നത്, അതിനാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഞാൻ എത്രത്തോളമാണ് നിങ്ങളുടെ സമീപസ്ഥനെന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹു പറഞ്ഞു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഈ ഹബിലുൽ വരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവനാഡിയാണ്. കൊരവള്ളി എന്ന് പറയും. അതിനേക്കാൾ ഞാൻ നിങ്ങളോട് അക്രബാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ പറഞ്ഞതായി, മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാം. അള്ളാഹു നമ്മോട് അടുത്തവനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ദാത്ത് കൊണ്ടല്ല, അവൻ്റെ സത്ത കൊണ്ടല്ല, പിന്നെയോ സമഉ കൊണ്ടും ബസറു കൊണ്ടുമാണ്. എന്തായി സമഉ എന്ന് പറഞ്ഞാൽ? അള്ളാഹു നമ്മെ കേൾക്കുന്നവനാണ്. ബസർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാണുന്നവനാണ്. കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അവൻ നമ്മോട് നമ്മുടെ ഹബലുൽ വരീദിനേക്കാൾ സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് മനസ്സ് മന്ത്രിക്കുന്നത് അള്ളാഹ് അറിയുന്നുണ്ടെന്ന് പറഞ്ഞത്. അത്രത്തോളം സമീപസ്ഥനാണ് അൽ വലി. അതാണ് അൽ വലി. രക്ഷാധികാരി എന്ന് പറഞ്ഞ് നിർത്തിക്കൂടാ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന സമീപസ്ഥനാണ്. ഇത്രത്തോളം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തി ദുനിയാവിൽ നിന്നല്ല, ലോകത്താരുമില്ല. വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ഒരു പക്ഷെ കേട്ട് പഠിച്ചൊരായത്തായിരിക്കാം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. കണ്ടോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇത് നമ്മൾ നമ്മുടെ ആദർശ എതിരാളികളോട് പ്രസംഗിക്കുമ്പോൾ മാത്രം ഓതേണ്ട ആയത്തൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗത്തുള്ള പറഞ്ഞതാണ്. വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ നബിയെ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഈ അർത്ഥത്തിലാണ്
അള്ളാഹു അൽ വലി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും ഏറ്റെടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി സ്ഥലങ്ങളിൽ അൽ വലി എന്നുള്ള നാമം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് കാണാം, റസൂല് നമ്മുടെ വലിയാണ്. ഖുർആനിലുണ്ട്. റസൂല് മാത്രമല്ല, സത്യവിശ്വാസികളും നമ്മുടെ വലിയാണ്. സൂറത്തുൽ മാഇദയുടെ 58-ാമത്തെ വചനമാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാഹ വയുഅ്തൂന അസ്സകാ വഹും റാക്കിഊൻ. ഇതൊരു പക്ഷേ ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക 1976 12 ദിവസം നീണ്ടു നിന്ന ഒരു സംവാദമുണ്ടായിരുന്നു, പൂനൂർ സംവാദം. പൂനൂർ സംവാദ സമയത്താണ് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഉപ്പ മുജാഹിദാകുന്നത്. അദ്ദേഹം ഇന്ന് കുറച്ച് പ്രയാസത്തിലാണ്, നമുക്കറിയാം അല്ലേ, നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, നമ്മളൊക്കെ സലഫികളായപ്പോൾ നമ്മൾ നേടിയെടുത്ത വലിയ സ്വത്തെന്ന് പറയുന്നത് ശരിക്ക് ആദർശ ബന്ധങ്ങളാണ്. അത് നമ്മുടെ കുടുംബ ബന്ധത്തേക്കാൾ വലുതാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ഏത്? ആദർശ ബന്ധം. ഹസനുൽ ബസ്രി അതിനെ വിശദീകരിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? താബിഈയാണ് അദ്ദേഹം. കുടുംബ ബന്ധത്തേക്കാൾ വലുതാണ് ആദർശ ബന്ധം എന്ന് പറയാൻ എന്താ കാരണം? കുടുംബം നിങ്ങളെ ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ആദർശ ബന്ധുക്കൾ നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ അഗാധമായി ചേർന്നു നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ അതെല്ലാം അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടെ തൗഹീദിൻ്റെ ഭൂമികയിലേക്ക് ഉജ്ജ്വലനായ ആ ദാഇയെ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ആ സംവാദത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മുജാഹിദാകുന്നത്. പൂനൂർ സംവാദം. ഈ ആദർശത്തോടും പ്രസ്ഥാനത്തോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ആ ഉപ്പ അദ്ദേഹത്തിന് ജനിച്ച മകന് മുജാഹിദ് എന്ന പേരിട്ടത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പൂനൂർ സംവാദം 12 ദിവസം നീണ്ടുന്നു. ഫസ്റ്റത്തെ 6 ദിവസം ഇസ്തിഹാസയും തവസ്സുലായിരുന്നതാണ് സംവാദം. രണ്ടാമത്തെ 6 ദിവസം സ്ത്രീ പള്ളി പ്രവേശനം. ഈ പൂനൂർ സംവാദത്തിൻ്റെ 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. 1-ാം ഘട്ടത്തിലാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളൊക്കെ സംവാദത്തിന് വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ചോദ്യം ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരോട് തേടാൻ ഖുർആനിലെ തെളിവുണ്ടോ? അപ്പോൾ പതി എണീറ്റെന്ന് പറഞ്ഞു, ചോദ്യം ആരാണ് ചോദിക്കേണ്ടത് ആദ്യം എന്ന് തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം അസാധുവാണ്. അപ്പോൾ ആരും ചോദിക്കണില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചതെന്ന് അലൈമൂലി പറഞ്ഞു. അവസാനം 3 വരെ നീണ്ടു എന്നാണ്. 3 മണി വരെ, രാത്രി 3 മണി വരെ അതും പറഞ്ഞ് തർക്കിച്ച് മുന്നോട്ട് പോയതാണ്. അവസാനം മധ്യസ്ഥർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഏതായാലും പോലെ ചോദിച്ച സ്ഥിതിക്ക് കുറേ നേരമായല്ലോ, നിങ്ങൾക്ക് ഇതിനെന്താ പറയാനുള്ളത് ചോദിച്ചു മുസ്ലിയാക്കന്മാരോട്. അപ്പോൾ പറഞ്ഞേ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശിർക്കല്ല. അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് തേടാം എന്നാണ് മൂപ്പര് കണ്ടെത്തിയ അസ്ല്. എന്നാൽ പരിശുദ്ധ വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന്. ഇവിടെയുള്ള പഴമക്കാരെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് അറിയാമായിരിക്കും, ആ സംവാദങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ. അതിൻ്റെ 2-ാം ഘട്ടം പിന്നീട് 25 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്നത്. അതാണ് ഈ പൂനൂർ സംവാദം. അതിലാണ് ഈ ആയത്ത് ഓതിയത്. അന്ന് ആയത്ത് ഓതാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഉസ്താദന്മാർക്ക്. പിന്നീട് ഹസ്സൻ മുസ്ലിയാരൊക്കെ വന്നിട്ടാണ് ഈ ആയത്ത് ഓതിയത്. ഏത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. കാന്തവരും ഉണ്ടായിരുന്നു കൂടെ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു
വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാ. ഈ ആയത്തിൽ എന്താ അല്ലാഹ് പറയണേ? മാഇദയുടെ ഈ 58-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയണത് എന്താ? ഇന്നമാ വലിയക്കുമുള്ള, തീർച്ചയായും നിങ്ങളുടെ വലിയ അള്ളയാണ്. അല്ലാഹ് മാത്രമല്ല വറസൂലും, അവൻ്റെ ദൂതനുമായ റസൂലുള്ളയുമാവുന്നു. റസൂലുള്ള മാത്രമല്ല, വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളും നിങ്ങളുടെ വലിയകളാണ്. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന, അവർ എങ്ങനെയുള്ളവരാ? യുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വയുത്തൂന സക്കാ, സക്കാത്ത് നൽകുന്നവരാണ്. വഹും റാക്കിഊൻ, റുക്കൂ ചെയ്യുന്നവരുമാണ്. മാനുപോലെയൊക്കെ അതിനർത്ഥം കൊടുത്തത് കുമ്പിടുന്നവരാണ് എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അള്ളാഹു വലിയാണ്, റസൂലുള്ള വലിയാണ്, മുഅ്മിനീങ്ങൾ വലിയാണെന്നുള്ളത് ഏതർത്ഥത്തിലാണ്? ശരിക്കും നമ്മൾ സലഫികളായ നമ്മളും ഇതര ആദർശക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവരും ഇപ്പോൾ സാധാരണ ഈ പാമര ജനങ്ങൾ പറയാറുണ്ട്, അല്ല ഉസ്താദ്, ഓല് ഓതുന്നതും ഖുർആനാണ്, അവർ പറയുന്നത് ഹദീസാണ്. ഇതിലിപ്പോൾ ഏതാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? സലഫികൾ ഓതുന്നതും അതന്നെ. ഈ ചോദ്യം ആരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീരും. ഏത് ഹദീസിനെ ആസ്പദമാക്കിയിട്ട് ചോദിച്ചു? റസൂലുള്ളാഹിന്റെ കാലശേഷം, വഫാത്തിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. ജൂത ക്രിസ്ത്യാനികൾ 71ഉം 72ഉം വിഭാഗമായിട്ടാണ് പിരിഞ്ഞത്. പക്ഷെ എൻ്റെ ഉമ്മത്ത് അവരെ കവച്ചു വെക്കും. ഈ ഹദീസിനെ മുന്നിൽ വെച്ച് ഉമർ തങ്ങൾ ചോദിക്കണം ഇബ്നു അബ്ബാസിനോട്, എങ്ങനെയാണ് ഈ ഉമ്മത്ത് ഭിന്നിക്കുക? അദ്ദേഹം ചില കാരണങ്ങൾ പറഞ്ഞു. ഇബ്നു അബ്ബാസിനോടാണ് ചോദിക്കണം. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. കാരണം അവരുടെ വേദഗ്രന്ഥം ഒന്നാണ്, അവരുടെ പ്രവാചകൻ ഒന്നാണ്, അവരുടെ കിബിലയൊന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് വേർപിരിയുക? ഇബ്നു അബ്ബാസ് എന്താ പറഞ്ഞ? ഒറ്റ മറുപടി. ആ മറുപടി നമ്മളൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതെന്താണെന്നറിയോ? ഇതാർക്കും നിരാകരിക്കാൻ കഴിയാത്ത സ്വഹീഹായ സനദിലൂടെ വന്ന സംഭവമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ ശ്രോതാക്കളും പഠിതാക്കളും നമ്മളാണ് എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഒരായത്തിറങ്ങിയാൽ അത് ഏത് വിഷയത്തിൽ ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് നബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഇനി കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ വരും, ഒരു ഖുർആൻ ഓതും, അതിൻ്റെ അർത്ഥം വെക്കും. പക്ഷെ ഇതിൻ്റെ സാഹചര്യം എന്താണ്, ഇതിൻ്റെ സബബുൻ നുസൂൽ എന്താണ് എന്നവർ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂല. നമ്മൾ നബിയിൽ നിന്ന് ഇതെങ്ങനെ മനസ്സിലാക്കിയതും ഒരു പറഞ്ഞു കൊടുക്കൂല. അവസാനം എന്താവും? അവരതിലൂടെ പിഴക്കും, പറഞ്ഞോല് പിഴക്കും, കേട്ട കുറേ ആൾക്കാരും പിഴക്കും. അവസാനം തമ്മിൽ സംഘടനകളായി യുദ്ധത്തിൽ വരെ എത്തിച്ചേരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിബ്റുൽ ഉമ്മ ഇബ്നു അബ്ബാസ്. അപ്പോൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഈ വെച്ച അർത്ഥം ഏത് സഹാബികളാണ് മനസ്സിലാക്കിയത്? അള്ളാഹു വലിയാണെന്നുള്ള അർത്ഥത്തിലാണ് റസൂലുള്ള വലി എന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലും വിശ്വാസികളും വലിയാണ് എന്ന് പറഞ്ഞത് അള്ളാഹു നമ്മുടെ വലിയാണ് എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. ഉത്തരം ഇതാണ്. പിന്നെയോ, അള്ളാഹു വിശ്വാസികളെ വലിയാണെന്ന് പറഞ്ഞാൽ അത് പരിപൂർണ അർത്ഥത്തിലാണ്, ഒരു കുറവുമില്ലാതെ അതിൻ്റെ ദാതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു വലിയാണെന്ന് പറഞ്ഞത്. അതേ അർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിക്കണ പോലെ നബിയോടും ചോദിക്കാൻ ഈ ആയത്ത് തെളിവാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകപ്പെടാൻ പാടില്ലായിരുന്നു. ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? യഹ്റുസുനി അല്ലൈല,
ഇന്ന് രാത്രി എനിക്ക് കാവൽ നിൽക്കാൻ ആരുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വാസികളെ വലിയാണല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും കഴിയുന്ന രക്ഷാധികാരിയാണ് നബിയെങ്കിൽ നബി എന്തിനാ ഇത് സഹാബികളോട് പറയണേ? അള്ളാഹിൻ്റെ റസൂൽ പറയണേ ഇന്ന് എനിക്ക് കാവൽ നിൽക്കാൻ ആരുണ്ട്? അത് റസൂൽ വെറുതെ പറഞ്ഞതുമല്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചോദിച്ചതാണ്. എന്താ സന്ദർഭം എന്നറിയോ? മദീനയിലെ മുനാഫിക്കുകളായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ നബിക്കെതിരെ നല്ല കളി കളിച്ചിട്ടുണ്ട്. അവർ പല വിധത്തിലുള്ള വൈരാഗ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ഓലെക്കുറിച്ച് പഠിച്ച മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ റമദാനിലെ ക്ലാസ്സിൽ, വിശിഷ്യ നമ്മുടെ കിതാബ് തൗഹീദിൻ്റെ ക്ലാസ്സിൽ മുനാഫിക്കുകൾ ഉണ്ടാകാനും മുനാഫിക്കുകളെ നേതാവ് ഉടലെടുക്കാനൊക്കെ ഉണ്ടായ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മളെ യൂട്യൂബിൽ അത് ലഭ്യമാണ്, കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ മുനാഫിക്കുകളും ജൂതന്മാരും മനസ്സിൽ വലിയ വൈരാഗ്യങ്ങൾ കൊണ്ട് നടക്കുകയാണ് നബിയെ കിട്ടിയിടത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. ഇതറിഞ്ഞു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് റസൂലുള്ളാഹി ചോദിച്ചത്, ഇന്ന് രാത്രി എനിക്ക് കാവലിരിക്കാൻ ആരുണ്ട്? ആരാണ് ഈ ചോദിക്കണേ? ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂൽ. അള്ളയും റസൂലും നിങ്ങളുടെ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അതേ അർത്ഥത്തിലാണ് എങ്കിൽ എന്തിനായിരുന്നു നബി ഇത് ചോദിച്ചത്? ഉടനെ തന്നെ അബൂ മൂസ അശ്അരി ഈ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, നബിയെ ഇന്ന് രാത്രി നിങ്ങളുടെ കാവൽ ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ വാക്ക് പറഞ്ഞ മറ്റൊരു സഹാബിയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഹാബികളെ കൂട്ടത്തിൽ അമ്പെയ്ത്തിൽ വിദഗ്ധനായിരുന്നു സഅദ്. സഅദിന് വേണ്ടി റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന തന്നെ, സഅദിൻ്റെ അമ്പിനെ നീ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ പറ്റും. പ്രഗത്ഭനായ സഹാബിയാണ്. ആ സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞു, ഞാൻ നിന്നോളാം. അപ്പം ഇത് ദിവസങ്ങളോളം ഉണ്ടായിരുന്നു ഈ കാവൽ നൃത്തം. ഒരു ദിവസം കുറേ സഹാബികൾ നിന്നു, കൂട്ടം കൂടിയിട്ട് നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ നബി പോയി ഉറങ്ങി. രാത്രിയാണല്ലോ. സഹാബികൾ പുറത്ത് കാവലിരിക്കുകയാണ്. ചില ആൾക്കാർ ഉറങ്ങും, ചില ആൾക്കാർ ഉണർന്നിരിക്കും. ഉണർന്നിരിക്കണോലെ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും, അപ്പോൾ ഉറങ്ങണോലെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഉണർത്തിയിട്ട് ഇങ്ങനെ മാറിയിട്ടാണ്. അപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന സഹാബികൾ എന്ത് ചെയ്തു? കൂട്ടത്തിലിരുന്നപ്പോൾ കുറച്ച് സംസാരം. അങ്ങനെയാണല്ലോ, കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് സംസാരം. നമ്മളൊക്കെ ഇരുന്നാലേ നാലാളെ പച്ചറച്ചി തിന്നാനും ഓരോരുത്തരെ കുറിച്ച് പറയാനായിരിക്കും ചിലപ്പോൾ കാര്യമായിട്ട് സമയം കളയാ അല്ലേ? ഇപ്പൊ സഹാബികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നപ്പോ ശബ്ദമുയർന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നബിക്കത് ഡിസ്റ്റർബായി. നബി ഉണർന്നിട്ട് പുറത്തു വന്നു അല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളെല്ലാവരും പാടെ എന്താണ് ഈ സംസാരിക്കണേ? ആ സ്നേഹത്തോടെ ഉണ്ടാവും. നിങ്ങളപ്പോൾ കാവലെത്തിയത് ഇപ്പം എനിക്ക് 8ൻ്റെ പണിയായല്ലോ, നിങ്ങൾ വേണ്ട, നിങ്ങൾ വിട്ടോളിന്നൊന്നല്ല പറഞ്ഞ്. അവിടെ ഒരു പെരുമാറ്റവും സംസാരമൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളൊക്കെ പറയണ ഈ പവൻമാറ്റ ആദർശം മറ്റുള്ളവരെ സ്വീകരിക്കാതിരിക്കാൻ പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മളെ ഇടപെടലുകളും സ്വഭാവങ്ങളൊക്കെയാണ്. പരുഷമായ ചില ഇടപെടലുകളും സ്വഭാവങ്ങളൊക്കെ ഇങ്ങോട്ടുള്ള ഒഴുക്കിനെ തടയും. അപ്പം നസീഹത്ത് പറയുമ്പോൾ സ്വീകരിക്കേണ്ട കുറേ അദബുകളുണ്ട്. അത് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് സലഫികൾ പഠിച്ചിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്താ സംസാരിക്കണത്? എന്നെ കൂട്ടുമെന്ന് ചോദിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ ആ സദസ്സിൽ നിങ്ങൾ എന്നെ കൂട്ടുമെന്ന് സഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഓല് പിന്നെ സംസാരിച്ച നാട്ടുവർത്തനമൊന്നല്ല, ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കണം കേട്ടോ. ഓല് ഒഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നാലാളിരുന്ന സംസാരിക്കാൻ എന്താണ്? ദീനാണ്. ദജ്ജാലിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഭാഗവാക്കായിട്ട് റസൂൽ കൂടിക്കൊടുത്തു. ഉറക്കൊക്കെ ഒഴിവാക്കി നബി അതിലാണ്. അത് ഒരു ഈമാനികരമായ മനസ്സിൻ്റെ ഒരു അന്തരീക്ഷമാണ്. നന്മ കണ്ടാൽ അതിൽ കൂടിക്കൊടുക്കുക.
ഏതായാലും നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ ഉറങ്ങുകയാണെന്നല്ല പറഞ്ഞു. നട്ടപ്പാതിരയാണ്. നബി കൂടി കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു. അപ്പോഴാ റസൂല പറഞ്ഞ, ആ രാത്രിയാണ് റസൂല പറഞ്ഞേ, എന്ത്? ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് എന്താണ്? ദജ്ജാൽ ഏറ്റവും വലിയ ഫത്താനാണ്, ഫിത്തനക്കാരനാണ്. അവനേക്കാളൊക്കെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ശിർക്കുൽ അസ്ഗറിനെയാണ് സഹാബികളോട് പറഞ്ഞു. ചെറിയ ശിർക്ക്, അഭിനയം ഇസ്ലാമിൽ ചെറിയ ശിർക്കാണ്. ശരിയല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ സിനിമ കാണൽ ഹറാമാണെന്ന് പറഞ്ഞാൽ സിനിമ ഹറാമാണെന്ന് ഹദീസിലുണ്ടോ? ഇല്ല. സീരിയൽ ഹറാമാണെന്ന് ഹദീസിലുണ്ടോ? ഇല്ല. നമ്മളെ സുഹൃത്ത് ഒരു സെൽഫി ആദർശം ഉൾക്കൊണ്ട് സഹോദരൻ, ഇതിനെ നാളെ വളച്ചൊടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ ആത്മാർത്ഥത്തോട് പറയണം. നല്ലൊരു മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഇത് അഭിനയമാണ്, ഹറാമാണ്, നമുക്ക് യോജിച്ചതല്ല. ഇപ്പം ഇന്നലെ അപ്പം അദ്ദേഹം പറഞ്ഞു, ശരി ഉസ്താദ്, ഞാനത് മാറ്റിയിരിക്കുന്നു, നല്ലൊരു മെസ്സേജ് ഉള്ളതുകൊണ്ട് വെച്ചാണ്. നല്ല മെസ്സേജ് ഉണ്ട്, ഒക്കെ ഓക്കെ, പക്ഷെ അതിൽ അഭിനയമാണ്. ഇപ്പം ഈ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ, ഇപ്പം സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് നല്ല മെസ്സേജ് തന്നെ ആയിരിക്കും ചില സമൂഹത്തിന് കൊടുക്കേണ്ടാവുക, പക്ഷെ അത് ഹറാമാണ്. ഇസ്ലാമിൽ നല്ല ഒരു ആള് നല്ലൊരു ഭർത്താവായി അഭിനയിക്കുന്നവൻ ചെയ്യണതാണ്, അത് ചെറിയ ശിർക്കാണ്. ഉദാഹരണമായിട്ട് ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്താണ്? നിസ്കാരം എന്നല്ല, ഏത് നന്മയാണ്. ഒരു ഉദാഹരണം, ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ ചെറിയ ശിർക്കാണത്. ആ കാണാൻ വേണ്ടിയുള്ള നിസ്കാരം അഭിനയല്ലേ? ആണല്ലോ. എൻ്റെ ബാക്കിൽ ആരോ നിൽക്കുന്നുണ്ട് പോലെ ഒന്ന് കണ്ടോട്ടെ എന്നൊരു അഭിനയിക്കണോ, അത് ചെറിയ ശിർക്കാണ്. അങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി നന്മകൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു നമ്മളെ ഈ നന്മകൾ പോക്കിക്കളയാൻ ഒരുപാട് കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് റിയാഗ് എന്നതിന് പറയാം. എന്താ പറയുക? ലോകമാന്യത. അല്ലാഹു നമ്മളതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് തോന്നുകയാണ് ഞാൻ കുഴപ്പമില്ലാത്ത ആളാന്ന് തോന്നിയാൽ നമ്മൾ പോയി. നമ്മളെ നാലാളെ മുമ്പിൽ വലിയ സംഭവമാണെന്ന് തോന്നിയാൽ അത് പോയി. അപ്പോൾ സഹാബിയോട് ചോദിച്ചു ആ രാത്രി, നബിയെ എന്താണ്, അള്ളാഹുവിൻ്റെ ദൂതരെ ഈ ചെറിയ ശിർക്ക് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിയ, അത് ലോകമാന്യതയാണ്, അത് വലിയൊരു വിഷയമാണ്. അപ്പം എന്തിനാണ് ഞാനത് പറഞ്ഞത്? അള്ളാഹു വലിയാണെന്നുള്ള അർത്ഥത്തിലേ അല്ല റസൂലുള്ളാഹി വലിയാണ്, മുഅ്മിനീങ്ങൾ വലിയാണെന്ന് പറഞ്ഞത്. പിന്നെയോ റസൂലുള്ളാഹി കുറവുകളുള്ള വ്യക്തിയാണ്, മാനസികമായ ചാബല്യങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നബിക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണിട്ടുണ്ട്, ശത്രുക്കളെയൊക്കെ ഒന്ന് വെട്ട് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് വിശപ്പുണ്ടായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിന് വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാനസികമായ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹു വലിയാണെന്ന ആയത്തിൽ പറഞ്ഞത്, മാഇദയിൽ ആയത്ത് മുസ്ലിയാക്കന്മാർ ഓതിയത് ഏതർത്ഥത്തിലാണോ അള്ളാഹു അല്ലാത്തവരോട് തേടാനാണ്, നബിയെ പോലെയുള്ള മഹാന്മാരോട് തേടാനാണ്, അതിനുള്ള തെളിവേ അല്ലാതെ. അപ്പം നമ്മൾ ചോദിക്കും, ഈ മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരോട് തേടാനാണ് ഈ മാഇദയിൽ 58-ാമത്തെ ആയത്തെങ്കിലേ 55 ക്ഷമിക്കണം, ആ ഈ 55-ാമത്തെ വചനമെങ്കിൽ ആരാണ് അതിനെ വിശദീകരിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. ഏത് സഹാബി മനസ്സിലാക്കി? ഏത് താബിഈങ്ങൾ മനസ്സിലാക്കി? ഏത് തബഉ താബിഈങ്ങൾ മനസ്സിലാക്കി? അവരാണല്ലോ നമ്മുടെ മാതൃക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബിക്ക് പോലും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സൂചിപ്പിച്ചു വന്നത്, ഇസ്ലാമിക ചരിത്രത്തിലേറെ നമ്മുടെ പ്രവാചകൻ പ്രയാസം അനുഭവിച്ച ദിവസമായിരുന്നു ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം. ഉഹദിന് 2 അവസ്ഥകളുണ്ടായിരുന്നു അല്ലേ? ഒന്നേതാണ്? വിജയിച്ചു നിന്ന സമയം. രണ്ടാമത്തത് ഏറെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ നടുവിൽ ഒറ്റക്കായിട്ടുണ്ട്.
സഹാബികൾക്ക് നേരെ ശത്രുക്കൾ ഇരച്ചു കയറി വന്ന് എല്ലാവരും കൂട്ടം തെറ്റി ഓടി. ചരിത്രത്തിൽ നമുക്ക് കാണാം 14 പേർ ഒഴികെ എല്ലാവരും വിട്ടുപോയി എന്നാണ്, അകന്നുപോയി. ഒരുപാട് സഹാബികൾ കൊല്ലപ്പെട്ടു. അബൂജന്തലിനെ പോലെയുള്ള സഹാബികളൊക്കെ നബിക്ക് നേരെ ശത്രുക്കൾ വിടുന്ന അമ്പുകൾ മുതുകിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അബൂജന്തൽ മരിച്ചു വീഴുമ്പോൾ മുള്ളംപന്നിയുടെ മുതുകിലേക്ക് നോക്കിയതുപോലെ ഞങ്ങൾ അമ്പുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബിക്ക് കവചമൊരുക്കിയിരുന്ന ആളുകളാണ് സഹാബാക്കിറം. അള്ളാഹുവിൻ്റെ റസൂല് ആ ഉഹദ് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ 1 മാസം ആ ഉഹദിൽ നിന്ന് കിട്ടിയ വെട്ടും മുഖത്തേക്ക് തറച്ചു കയറിയ പടത്തൊപ്പിയുടെ ആണിയിലുണ്ടായ ആ വേദനയും 1 മാസത്തിലധികം നബി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ അങ്ങോട്ട് എടുത്തു നോക്കിക്കോളി, നിങ്ങൾ കുറേ കാണാം. നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക വിഭാഗത്തിൽപ്പെട്ട പണ്ഡിത വേഷധാരികൾ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുമ്പോൾ, അതും എന്തിന്? അള്ളാഹു എന്തിനു വേണ്ടിയാണോ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അവതരിപ്പിച്ചത്, അതിൻ്റെ നേർവിപരീതമായ അവസ്ഥക്ക് ഉദ്ധരിക്കാൻ വേണ്ടി, അതും അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിന് വേണ്ടി. അള്ളാഹുവിൻ്റെ വചനത്തെ കോട്ടിമാട്ടി വികൃതമാക്കിയൊരു വചനമാണ് മാഇദ സൂറത്തിൽ 55-ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതേ അർത്ഥത്തിലാണ് റസൂലുള്ള വലിയ. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും അത് അള്ളാഹുവിൻ്റെ അതേ കഴിവ് പോലെയല്ല മൗലവി, റസൂലുള്ളാഹിക്കുള്ള കഴിവ് അത് അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹ് മഹാന്മാരായ അമ്പിയ ഔലിയാക്കന്മാർക്ക് എവിടുന്ന് വിളിച്ചാലും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള കഴിവ് കൊടുത്തു. എവിടെ? ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതൊരു കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ പറയും ഇന്ന പണ്ഡിതൻ്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും അതിൻ്റെ സനദ് എവിടെ? അപ്പോൾ ഓര് പറയും അപ്പം ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബിൽ ഈ ശിർക്ക് ഉദ്ധരിച്ചതാണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്നാദു മിന ദീൻ. ഒരു പണ്ഡിതനും ഒരു ഇമാമിങ്ങളും ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല. നമ്മുടെ ചില ആൾക്കാർ അതിനങ്ങോട്ട് കൊണ്ടുപോയി കോട്ടിമാട്ടലാണ്. അപ്പം അത്തരത്തിലൊരു വചനമായിരുന്നു ഇന്നമാ വലിയക്കുമുള്ളാഹ്. ഇത് നബിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ അതിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കാര്യം പറയണം. ആരാ നബി? നബിയെക്കുറിച്ച് നമ്മൾ എന്താ പറയല്? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠനായ വ്യക്തിയുടെ അവസ്ഥയാണ് ഞാൻ നേരത്തെ 1-2 ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. ഞാൻ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവന്ന് കുറേ പറയാൻ പറ്റും തോന്നുന്നില്ല. കാരണം മുഖങ്ങളൊക്കെ പലതിങ്ങനെ മ്ലാനമായിട്ടിരിക്കും. അതുപോലെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തണം ഉണ്ടല്ലോ? വേണ്ട, ഞാൻ കൂടുതൽ പറയണില്ല, നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ 2 പ്രവാചകന്മാരുടെ പ്രാർത്ഥന കാണാൻ പറ്റും. 2 പ്രവാചകന്മാരുടെ പ്രാർത്ഥന. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അൽ വലി എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 3 കാര്യങ്ങളാണ്. ഒന്നെന്താണെന്നറിയാം? പ്രാർത്ഥന കേൾപ്പിച്ചുതരാം. ഈ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ കൂടി നമുക്ക് ആ പ്രാർത്ഥനയിലൂടെ സാധിക്കണം. രണ്ടാമത്തത്, ഈ നാമത്തെ മുൻനിർത്തിയായിരുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് തേടിയത്. മഹാന്മാരായ അമ്പിയാവുലാക്കന്മാരോട് തേടാനുള്ള തെളിവാണ് വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ വചനമെങ്കിൽ ആ അമ്പിയാക്കന്മാർ ആ പേര് വിളിച്ച് റബ്ബിനോട് തേടിയതാണ് ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന. വേറെ നാമല്ല, ആ പേര് വിളിച്ചിട്ട്. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ നബിമാരാണ് അൽ വലിയായ റബ്ബിനോട് ഇത്തരത്തിലുള്ള തേട്ടം നടത്തുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്. കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൻ്റെ 101-ാമത്തെ വചനം എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. ഇനി ബാക്കി
ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താണ് യൂസുഫ് നബി അള്ളാഹിനെ പരിചയപ്പെടുത്തിയത്? എൻ്റെ റബ്ബെ, നീ എനിക്ക് രാജാധികാരത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. രാജാവായ പ്രവാചകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാൻ അള്ളാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരുന്നു. എന്നിട്ട് അള്ളാഹുവിനെ അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായവൻ. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും പരലോകത്തിലെയും എൻ്റെ രക്ഷാധികാരി ആരാണ്? നീയാകുന്നു എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? തവഫനി മുസ്ലിമൻ. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു മഹാനായ പ്രവാചകനെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് മുസ്ലിമായിട്ടുള്ള മരണം തരണേ. ഞാൻ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്നാണ്. ഈ ഭൗതിക ജീവിതത്തിലെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, കിട്ടുന്നതിന് മുമ്പല്ല. യൂസുഫ് നബിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം സഹോദരങ്ങളുടെ കൈകളാൽ, ബ്രദേഴ്സിൻ്റെ കൈകളാൽ കിണറ്റിലെറിയപ്പെട്ട പ്രവാചകനാണ്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിട്ട് അള്ളാഹു ആ സൂറത്തിൽ തന്നെ പറഞ്ഞെന്താ? ഏറ്റവും നല്ല കഥ എന്നാണ്, അല്ലേ? അഹ്സനുൽ ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ യൂസുഫ് നബിയുടെ കഥ. ആ അധ്യായത്തിൽ അള്ളാഹ് പറയാണ്, ജ്യേഷ്ഠന്മാരെ കൈകളാൽ കിണറ്റിലെറിയപ്പെട്ടു. ആ കിണറ്റിൽ നിന്ന് ചരിത്രം ചുരുക്കി പറഞ്ഞാൽ എങ്ങോട്ടെത്തി? ഈജിപ്തിലെത്തി. ഈജിപ്തിലെത്തി കച്ചവടക്കാർക്ക് വിൽക്കാൻ നിൽക്കുമ്പോൾ അസീസ് അദ്ദേഹത്തെ വാങ്ങി, അതും കൊട്ടാരത്തിലെ അസീസ്. പിന്നീട് അദ്ദേഹം വളരുന്നത് കൊട്ടാരത്തിലാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് നേരെ ജയിലിലേക്ക്, കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക്. ജയിലിൻ്റെ അന്ധകാരത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ജയിലിൻ്റെ അകം ദഅവത്തിൻ്റെ കേന്ദ്രമാക്കിയ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുറേ ആൾക്കാർ ഇസ്ലാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ജയിലിൽ നിന്ന് എന്താ പറഞ്ഞത്? കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ അതിനേക്കാളൊക്കെ എനിക്ക് ഉത്തമം ഏതാണ്? ജയില. കാരണം അവിടെ ഫിത്തിനയാണ്. അത്ര വലിയ തെറ്റാണ് ഇസ്ലാമിൽ ഫിത്തിന എന്ന് പറഞ്ഞാൽ. അൽ ഫിത്തിനത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. കൊലപാതകത്തേക്കാൾ വലിയ തെറ്റാണ് ഇസ്ലാമിൽ ഫിത്തിന. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വത്തഖൂ ഫിത്തിന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ ഫിത്തനയെ സൂക്ഷിക്കണം. ഫിത്തന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നാണ് യൂസുഫ് നബി പറയുന്നത്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടാരത്തിൽ നിന്ന് മോചിതനാക്കി അവിടുത്തെ മന്ത്രിയാക്കി, ഭക്ഷ്യവകുപ്പ് മന്ത്രി. ചെറിയ ചില്ലറ സ്ഥാനം നല്ല ഏൽപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയ ജ്യേഷ്ഠന്മാരെ അടുത്തു കൊണ്ടുവരപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക്. അത് നല്ല ഒരു സ്ഥാനീയനായി നിൽക്കുമ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയ മാതാപിതാക്കളെ അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകി. ഇതിനെല്ലാം പുറമെ അള്ളാഹു ആ മഹാനായ പ്രവാചകന് കൊടുത്ത വലിയ അനുഗ്രഹം എന്തായിരുന്നു? നുബുവത്താണ്. അദ്ദേഹം ആരായി? പ്രവാചകനായി. ഈ പ്രവാചകത്വവും ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെന്ത്? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. കണ്ടോ? അത് അവിടെയാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വലിയകളാക്കി അള്ളാഹുവിനോട് തേടുന്നതൊക്കെ ഓരോട് ചെന്ന് പറയാ, അത് ഇന്ന ഇന്ന കാരണങ്ങളിലൂടെയൊക്കെയാണെന്ന് പറഞ്ഞ് ഒപ്പിക്കല്ല. വിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചാലും നമ്മളെപ്പോഴും പറയുന്നത് പോലെ അള്ളാഹുവിനോടല്ലാതൊരു തേട്ടം എവിടെയും കാണില്ല. ഹദീസിലുണ്ടോ? ഇല്ല. ആ വലിയായ പ്രവാചകനോട് അള്ളാഹുവിൻ്റെ വലിയകളായ പ്രവാചകന്മാർ ഏതർത്ഥത്തിലാണ് തേടിയത് എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന അതാണ്. രണ്ടാമതൊരു പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന ഉണ്ട് ഈ പേര് വെച്ചിട്ട്. ആർക്ക് പറയാൻ പറ്റുക?
ഒന്ന് യൂസുഫ് നബിയാണ്, പിന്നെ ആരാ? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 70 പേരെ കൊണ്ട് പോയി തുരിസീന പർവ്വതത്തിലേക്ക്. എന്തിന്? തൗബ ചെയ്യാൻ, തൗറാത്ത് അങ്ങനല്ല. മൂസാ നബിയുടെ ജനതയായ ബനു ഇസ്രായേലിനെ കുറിച്ചല്ലേ നമ്മൾ വെള്ളിയാഴ്ചകളിൽ പോയി ഏതാനും ക്ലാസ്സിലെടുത്തിരുന്നെ, ഖുർആൻ ക്ലാസ്സിൽ. അവരെ അള്ളാഹു കടല് കടത്തി മിസ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങോട്ടാ? ഫലസ്തീനിലേക്കാണ്. ലോകാത്ഭുതമാണത്, കടല് മാറിക്കൊടുത്തത്. അവിടെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, പോണ വഴിക്ക് അവർ പറഞ്ഞതെന്ത്? ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടു. പോണ വഴിക്ക് രക്ഷപ്പെട്ട് പോണ വഴിക്ക് ഇസ്രായേലര് ആ നാട്ടുകാരുടെ പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഇസ്രായേലര് ചോദിച്ചതെന്ത്? അല്ലേ, ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ആ ആരാധ്യനുള്ളതുപോലെ ഞങ്ങൾക്കൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കി തരുമോ? ഇത് ആരോടാ ചോദിക്കണേ? മൂസാ നബിയോട്. നമ്മളോട് ഒരു മുജാഹിദ് ചോദിക്കണേ, നമുക്ക് ഒരു ഓല പോലത്തെ ചാറുണ്ടാക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളെ പ്രതികരണങ്ങളൊക്കെ പിടുത്തം മുട്ടതായിരിക്കും. മൂസാ നബി നമ്മളെക്കാളും തൗഹീദിൻ്റെ ഉന്നതി മനസ്സിലാക്കി അത് ആഴത്തിൽ മനസ്സിലേക്ക് കൊണ്ടിറക്കി ഈമാൻ നമ്മളെക്കാൾ പ്രകാശിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടെ ചോദിക്കണേ അല്ലേ, ഇജഅൽ ലനാ ആലിഹ കമാലഹും ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അതുപോലത്തെ ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരുമോ? അപ്പം മൂസാ നബി എന്താ പറഞ്ഞത്? ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ഇത്ര വലിയ വിഡ്ഢികളായൊരു സമൂഹമായല്ലോ. എല്ലാവരും ഇല്ല, കുറച്ചാൾക്കാരെ ചോദിച്ചിട്ടുള്ളൂ. വലിയൊരു വൃന്ദം, 6 ലക്ഷത്തോളം ഇസ്രായേലിലുണ്ടായിരുന്നു കടൽ കടന്നു പോകുമ്പോൾ. അതോടൊപ്പം തന്നെ അത് ക്ഷമിച്ചു, അത് വിട്ടുകളഞ്ഞു, അത് തീരുമാനമായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൊണ്ട് മുന്നോട്ട് പോയി. എന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ ജീവിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ജീവിച്ചുകൊണ്ടിരിക്കെ മൂസാ നബി അള്ളാഹ് വിളിച്ചൊരു 40 ദിവസത്തിന് വേണ്ടിയിട്ട്, അല്ലേ, 40 ദിവസത്തിന് വേണ്ടി മൂസാ നബി പോയി. എന്തിനാ പോയത്? തൗറാത്ത് വാങ്ങാൻ. ആ തൗറാത്ത് വാങ്ങി തിരിച്ചു പോരുമ്പോഴല്ലേ അള്ളാഹ് പറഞ്ഞത്? എന്താണ് അള്ളാഹു പറഞ്ഞത്? വത്തഖദ ഖൗമു മൂസാ മിൻ ബഅദിഹി മിൻ ഹുലിയ്യിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയെ സമൂഹം ഉണ്ടാക്കി ആരാധിക്കുന്നത് മൂസാ നബി കണ്ടു. ഇസ്രായേലർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഭാഗത്ത് കാണാം, ലോകർക്ക് ആർക്കും നൽകാത്ത അനുഗ്രഹങ്ങളാണ് കൊടുത്തിരുന്നത്. മഴമേഘം തളലിട്ട് കൊടുത്തു, മന്നയും സെൽവിയും കൊടുത്തു, അല്ലേ? അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ. മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ, മരിപ്പിച്ചിട്ട് വീണ്ടും ദുനിയാവൻ തന്നെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇവരെ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, പശുക്കുട്ടിയെ ആരാധിക്കുന്ന സംഗതി കണ്ടപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അൽവാഹുകൾ താഴെ എറിഞ്ഞ് പൊട്ടിച്ചത്. 6 ഉണ്ടായിരുന്നു എന്നാണ് ഏടുകൾ. ഏടല്ലൊരു ഫലകം. മൂസാ നബി ദേഷ്യപ്പെട്ടത് താഴെ എറിഞ്ഞു എന്നാണ്. ഇട്ടതല്ല, എറിഞ്ഞു. അതിന് 2 പൊട്ടി. തിരിച്ചെടുക്കാൻ പറ്റാത്ത കോലത്തിൽ പൊട്ടിപ്പോയിന്നാണ്. പിന്നെ ആ 2 മൂസാ നബിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. 4 ഫലകങ്ങളെ ബാക്കി കിട്ടിയുള്ളത്. അങ്ങനെ അള്ളാഹു വീണ്ടും തുരിസീന പർവ്വതത്തിലേക്ക് വിളിക്കേണ്ട മൂസാ നബിയെ. എന്തിനറിയോ? നിങ്ങളെ കൂട്ടത്തിന് 70 ആളെയും കൂട്ടിക്കൊള്ളി എന്ന് പറഞ്ഞു. അതെന്തിനാ? തൗബ ചെയ്യാൻ. ഇവർ ചെയ്ത ഈ തെമ്മാടിത്തത്തിന് തൗബ ചെയ്യാൻ. അങ്ങനെ കൂട്ടത്തിലുള്ള ആലിമീങ്ങളെയാണ് കൊണ്ടത്, പണ്ഡിതന്മാരെ. അങ്ങനെ പണ്ഡിതന്മാരുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോകുകയാണ്. തൗബക്കുള്ള അവസരം കൊടുക്കാൻ തുരിസീന പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അള്ളാഹു മൂസാ നബി അള്ളാഹയോട് ഇങ്ങനെ അഭിമുഖ സംഭാഷണം, മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ട 70 പേരുണ്ടല്ലോ, ഇസ്രായേലിൽ ഇപ്പോൾ ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ടുപോയിക്കണേ. ഈ 70 പേര് പറയണേ, അരിനല്ലാ ജഹ്റ, ഞങ്ങൾക്ക് അള്ളാഹിനെ ശരിക്കും കാണാൻ പറ്റും. ചെറിയ പൂതിയൊന്നുമല്ല. മൂസാ നബി അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ മൂസാ നബിക്ക് തന്നെ അള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇസ്രായേലിൽപ്പെട്ട ഈ ആലിമീങ്ങളെ ചോദിക്കണേ,
ഖുർആനാ പറയണത് 4-ാം അധ്യായത്തിന് 153. അരിനല്ലാഹു ജഹ്റ, നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അതുപോലെ പറഞ്ഞു തീർന്നില്ല. ഓരോ ആ അക്രമം കാരണത്തിൽ ഒരു ഇടിത്തി ഓല പിടികൂടി, ഓലൊക്കെ മരിച്ചു എന്നാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നല്ലതിനെ കൊണ്ടുപോയിരുന്നതാരെ? അതാണ് ഒരു പോയിന്റ്. ഇസ്രായേലിൽപ്പെട്ട ഏറ്റവും നല്ല 70 എണ്ണത്തിനെ കൊണ്ടുപോയത് ഓല കോലത് മത്തായിനെ അത് എടുക്കണം. ഒരാളെ വീട്ടിൽ ചെന്നു, എവിടെങ്ങളെ മക്കളൊക്കെ? മക്കളെത്ര ആളാ? 8 മക്കളാ. അല്ല 7 എണ്ണം പോക്ക, ഒന്നിനും കൊള്ളൂല. ആരപ്പം നല്ലത്? മത്തായി. അവൻ വലിയ കുഴപ്പമില്ല. അപ്പം മത്തായിനെ കാണാനും അഭിനന്ദിക്കാനും ഈ ഗസ്റ്റുകൾ ചെന്നപ്പോൾ മത്തായി എവിടെയെന്ന് അപ്പുറത്തേക്കണ അമ്മനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓൻ പെര കത്തിക്കാൻ മേലെ കയറിക്കണം. എന്തിന്? എന്നോട് തെറ്റിയിട്ടേ. അമ്മയോട് തെറ്റിയിട്ട് പെര കത്തിക്കാനേ പെരമ്മ കയറിക്കണായിരുന്നു മത്തായിൻ്റെ കൊലപ്പ് എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിലെ 70 ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ടുപോയിട്ട് പോലും പറയണത് ഞങ്ങൾക്ക് അള്ളാനെ കാണിച്ചു തരുമോ? അപ്പോഴാണ് അള്ളാഹ് ഇടിത്തിയിലൂടെ പിടികൂടിയത്. അപ്പോഴാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഫലമ്മ അഖദത്തുഹുമുർ റജ്ഫ. അവരെ ആ റജ്ഫ, ആ ഇടിത്തി, ആ ഘോര ശബ്ദം പിടികൂടിയപ്പോൾ മൂസാ നബി പറഞ്ഞില്ലേ അവിടെ വെച്ച്, ഖാല റബ്ബി ലൗ ശിഅ്ത അഹ്ലക്തുഹും മിൻ ഖബ്ലു വഇയ്യ. അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുന്നേ ഞങ്ങളെ എല്ലാം നിനക്ക് പിടികൂടാമായിരുന്നു. ഇതെന്താ മൂസാ നബി പറയാൻ കാരണം എന്നറിയോ? മൂസാ നബി നീ 70 ആളല്ലാതെ എങ്ങനെ തിരിച്ചു പോവാ? അതാ പ്രശ്നം. കൊണ്ടുപോയി കൊന്നു എന്നറിയില്ലേ? പിന്നെ അള്ളാഹിനെ കുറിച്ച് ചീത്ത പറയാൻ ആൾക്കാർക്ക് വല്ല വിഷയവും വേണോ? അള്ളാഹ് വിചാരിച്ച് നിനക്ക് മുമ്പേ പിടികൂടായിരുന്നല്ലോ. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കണേ, അത്തുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ. നിനക്ക് നശിപ്പിക്കാമായിരുന്നു ഞങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ ചെയ്തതിൻ്റെ കാരണത്താൽ ഞങ്ങളെ കൂടി നീ പിടികൂടുകയാണോ എന്ന് മൂസാ നബി പറഞ്ഞു. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത്, ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക്. ഇപ്പോൾ ഈ സംഭവിച്ച ഇവരുടെ മരണം, ഇവരെ നീ നശിപ്പിച്ചത് അത് നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ്. മൂസാ നബി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തുദില്ലു ബിഹാ മൻ തശാ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴിപിഴപ്പിക്കും. വതഹ്ദീ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഹിദായത്തിലാക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന എന്താ? അതാണ് നമ്മളെ വിഷയം. എന്താ പ്രാർത്ഥന? അൻത വലിയുന, നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തുതാ. വർഹംന, ഞങ്ങളോട് നീ കരുണ കാണിക്കും. വ അൻത ഖൈറുൽ ഗാഫിരീൻ, പുറത്തു തരുന്നവരിൽ ഏറ്റവും ഖൈറായവനല്ലേ നീ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഈ മരണപ്പെട്ട 70 പേരെയും അള്ളാഹു വീണ്ടും ജീവിപ്പിച്ചു. എന്ത് കാരണത്താൽ? മൂസാ നബിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ കാരണത്താൽ. മഹാന്മാരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ അള്ളാഹുവിന് പുറമെ നമ്മളെ സഹായിക്കുന്ന വലിയകളാണ്, രക്ഷാധികാരികളാണ് എന്നുണ്ട് എങ്കിൽ ഈ പേര് വെച്ചിട്ടാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരിൽ ശ്രദ്ധേയനായ അള്ളാഹ് പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രവാചകനായ മൂസാ നബി ആ പേര് വെച്ചിട്ടാണ് അൻത വലിയുന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട സഹാബിയാണല്ലോ, ഇതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ നടത്തിയ ദുആ. എന്താണ് ദുആ? യാ വലിയ്യി അൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വലിയായവനെ അള്ളാഹുവിനെ വിളിക്കുകയാണ്. ഇസ്ലാമിൻ്റെ രക്ഷാധികാരിയായ, അതിനെ സംരക്ഷിക്കുന്ന, അതിനെ ഏറ്റെടുത്ത വലിയായവനെ, വ അഹ്ലിഹി, അതിൻ്റെ ആളുകളെയും ഏറ്റെടുത്ത വലിയായവനെ. എന്താ പ്രാർത്ഥന? യാ വലിയിൽ ഇസ്ലാം വ അഹ്ലിഹി. എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചത് എന്താ? മസ്സിക്നി ബിൽ ഇസ്ലാം ഹത്താ അൽഖാക അലൈ. നിന്നെ കണ്ടുമുട്ടുന്നത് വരെ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, ഞങ്ങൾ വരുന്ന ദിവസം വരെ
ഞങ്ങൾ നീ മുസ്ലിമാക്കാതെ മരിപ്പിക്കില്ലേ എന്നാണ്. അള്ളാഹുവിൻ്റെ ഈ നാമം വെച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചത്. ഈ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ സഹായവും കിട്ടുന്ന ഖാസായ ചില ആൾക്കാരുണ്ട്. പ്രത്യേകം അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുന്ന, പ്രത്യേകം അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ എണ്ണിയ കൂട്ടത്തിൽ ഒന്നാരറിയോ? അതിന് വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഈമാനാണ്, തൗഹീദ്, കറകളഞ്ഞ തൗഹീദ്. രണ്ടാമത് വേണമെന്ന് പറഞ്ഞത് തഖ്വയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഖബറാളികൾ തിരിച്ചു വന്ന് ഇനി നിങ്ങൾ എന്ത് നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നവർ പറയുമായിരുന്നു. 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലൊന്നും അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത് പറഞ്ഞെന്താ അറിയോ? സ്വലാഹിയത്ത്, ജീവിതം നന്നാക്കുക. അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക വിലായത്ത് കിട്ടും. നമ്മുടെ നാട്ടിലെ ഒട്ടനവധി മേഖലകളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഷയമാണ് വിലായത്ത്. ആരാണ് ഈ വലിയ എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് ശരിക്കും വലിയ ആരാണെന്ന് നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട വേണം. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, വലിയ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രത്യേക ഹാലിലെത്തേണ്ട അവസ്ഥയുണ്ട്. ഇല്ല, ജദ്ബ്, എന്താ പറയുക, ജദ്ബ്. ഈ ജദ്ബിൻ്റെ ഹാല് എന്നൊക്കെയുള്ള അവസ്ഥകൾ കൊണ്ടുവന്നത് കുറേ മർത്തബുകളുണ്ടായിരുന്നു. ജദ്ബിൻ്റെ ഹാലിലെത്തിയാൽ പിന്നെ കുളി ഉണ്ടാവില്ല എന്നാണ്, വൃത്തി. അതിൻ്റെ ഭാഗം തന്നെയാണ് ബ്രഷ് ചെയ്യൂല, താടിമുടി ശരിയാക്കൂല, അതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വെറ്റില മുറുക്കുമ്പോൾ അത് കുറച്ച് താടിമ കൂടി വലിച്ചിങ്ങനെ പോരണം, അല്ലേ? നഖം വെട്ടാൻ പറ്റൂല, വെട്ടാത്ത നഖത്തിനിടയിൽ നല്ല ചളിയും വേണം. എന്നിട്ടിങ്ങനെ ചാണകത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റുമ്പോൾ കുറ്റം പറയരുത്, അത് കാബൻ തോഫിയാണ്, അങ്ങനെ തന്നെ പറയണം. നായൻ എറിഞ്ഞാട്ടിയാലേ നായനല്ലേ ശൈത്താൻ എറിഞ്ഞാട്ടിയാണ്, അല്ലേ? അങ്ങനെ കുറേ ഔലിയാക്കന്മാരുടെ പേരിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ 3-4 വർഷം പഠിച്ചൊരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര. വേങ്ങര ടൗണിൽ നിന്ന് എവിടുന്ന് നോക്കിയാലും കാണുന്നൊരു കുബ്ബയുണ്ട്. അതിൻ്റെ ഉള്ളിൽ അന്തി ഉറങ്ങുന്ന മഹാനാണത്രേ, അല്ലേ? താജുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ താജ്, അല്ലേ? ക്രൗൺ, കിരീടം. ആരാണത്? കോയപ്പാപ്പ. കോയപ്പാപ്പാൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അയാളെ കോലം ചെയ്യലും കണ്ടാൽ ഓൽക്ക് പറ്റിയ ഔലിയെന്ന് മനസ്സിലാവും. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കടത്തിണ്ടകളിലും കടയുടെ ഷട്ടർ താഴ്ത്താൻ കാത്തു നിന്നിട്ട് ചാക്ക് വിരിച്ച് കിടന്നുറങ്ങിയ ആളാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗുളിക വാങ്ങിക്കൊടുത്തിട്ട് അയാളെ രോഗം മാറ്റാൻ ഒരു ഉസ്താദന്മാരെയും കണ്ടിരുന്നില്ല. മരിച്ചപ്പോഴോ താജുൽ ഔലിയെ ഞാൻ നേരിട്ട് ചെന്ന് ആ ജാറം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുട്ടത്തിരുന്ന പർദ്ദധാരികളായ മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ, അവിടെ ചെന്ന് യാസീൻ ഓതുന്നു, അദ്ദാദ് ഓതുന്നു, അവരോട് അവരുടെ സങ്കടങ്ങൾ പറയുന്നു. ഇങ്ങനത്തെ കുറേ ഔലിയാക്കന്മാർ. കൊല്ലം ജില്ലയിലെ തെക്കൻ ജില്ലയിൽ ചെന്നാൽ ഒരു വലിയനെ കാണാം. ഇവരുടെ ഭാഷയിലെ വലിയ, നമ്മുടെ ഭാഷയിലല്ല, ഇസ്ലാമിൻ്റെ ഭാഷയിലല്ല, കറുത്ത തങ്ങൾ, ബ്ലാക്ക് തങ്ങൾ എന്നറിയപ്പെടുന്നത്. സിനിമ കണ്ട കറാമത്താണ്. സിനിമക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറി അധികൃതർ പുറത്താക്കി, ടിക്കറ്റ് ഇല്ലാതെ സിനിമ കാണാൻ പറ്റില്ല. സിനിമ കാണാൻ ഒരു ഔലിയ പോയിരിക്കേ, ഇവിടെ ആലോചിച്ച് നോക്കി. അതെന്താ അങ്ങനെ? അത് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. അപ്പോൾ സിനിമ തുടങ്ങി തല തിരിഞ്ഞു ഓടിയെന്നാണ്, അവസാനൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു നമ്മൾ കറുത്ത തങ്ങളെ പുറത്താക്കിയിട്ടാണ്. അപ്പോൾ അയാളെ ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുത്തിരുത്തി, നിങ്ങൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ നേരെ ഓടിയെന്നാണ് കറാമത്ത്. അയാളെ ജാരത്തിലേക്ക് പോയാൽ അങ്ങോട്ട് മുഖം തിരിച്ചു പോകണം. ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത കോലത്തിലാണ് ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. കാരണം പുറം ഭാഗം ജാരത്തിലേക്ക് തിരിയാൻ പറ്റില്ല, അത് ഹുറുമത്ത് കേടാണ്. എന്നാൽ കാബൻ്റെ അടുത്ത് എന്നാൽ എത്ര വട്ടം തിരിക്കലും മൂട്, അന്ന് പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഔലിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതല്ല ശരിക്കും ഇസ്ലാമിലെ ഔലിയ, അല്ലേ? ജദ്ബിൻ്റെ ഹാലെന്ന് പറഞ്ഞാൽ അതാണ്, മർത്തബയിലേക്ക് എത്തിയ നിസ്കാരം. അതുകൊണ്ടാണ് CM നിസ്കരിക്കാതിരുന്നതെന്നാണ്. CM നല്ലൊരു ദർസൊക്കെ എടുത്തു കൊടുത്തതിന് പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ബുദ്ധി മറിഞ്ഞു, അദ്ദേഹം ജദ്ബിൻ്റെ ഹാലിലെത്തിയെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നോമ്പെടുക്കാത്തത്, നിസ്കരിക്കാത്തത്. എന്തെങ്കിലും നിസ്കരിക്കാത്തത് വെച്ചാൽ എനിക്ക് 40 ബോഡിയാണ്, എൻ്റെ ബോഡി ഹറമിൽ നിസ്കരിക്കുന്നുണ്ട്, കാണണോ എന്ന് വെച്ചാൽ കയ്യിൽ ക്ലിപ്പ് ഇട്ട് കാണിച്ചു കൊടുത്തിരുന്നതാണ്. ഇപ്പം ക്ലിപ്പ് പണ്ടേ ഉണ്ട്. നമ്മൾ വിചാരിച്ച് നമ്മളെ നാട്ടിൽ താരം കൊണ്ടുവന്നാണ് ആ സംഭവം. CM കൊണ്ടുവന്നാണ് ക്ലിപ്പ്.
അപ്പോൾ കഅബത്ത് നിങ്ങളെ ഇമാമായിട്ട് നിസ്കരിക്കണം അല്ലേ? എന്നാൽ ചോറ് കഴിക്കുന്ന സമയത്ത് ഉപരി കൃത്യമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മക്കത്തല്ല, ഇവിടെ തന്നെ. അപ്പം ഇതൊക്കെ ആളുകളെ ഇതൊക്കെ പറയാൻ വേണ്ടി നല്ല പണ്ഡിത വേഷധാരികൾ ഇറങ്ങിയിട്ടുണ്ട്. വായ നിറച്ച് 2 കിതാബിൻ്റെ വരികളും തെറ്റാതെ അല്ലേ ജെറു നസ്ബൊക്കെ ഒപ്പിച്ചോണ്ട് വായിച്ചാൽ പിന്നെ മഹാനായ ഉസ്താദ് അവരുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആവും ചെയ്തല്ലോ. അതുകൊണ്ടാണ് നാദാപുരത്തെ ഒരു സ്ഥലത്ത് പെരക്ക് തീ പിടിച്ചപ്പോൾ ബദരീങ്ങളെ വിളിച്ചെന്തുകൊണ്ടാ അതൊക്കെ ഫത്വ കൊടുക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമിലെ ഔലിയ ആരാണ്? 5 നേരം നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പൊലിക്കുക, പല ഇസ്ലാമിൻ്റെ ഭാഷയിലും ഔലിയാക്കന്മാരാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയ എന്ന് പറയുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പം ഞാൻ പറയണത് അവർക്ക് ആ പദവി കിട്ടിയതുകൊണ്ടാണ്. ഞാൻ നിർത്തിയാണ്. വല്ലാഹു വലിയുൽ മുത്തഖീൻ, അവർ മുത്തഖീങ്ങളായതുകൊണ്ടാണ്. രണ്ടാമത് പറഞ്ഞത് വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്. പിന്നെ പറഞ്ഞത് വഹുവ യതവല്ല സ്വാലിഹീൻ, അല്ലാഹു സ്വാലിഹീങ്ങളുടെ രക്ഷാധികാരിയാണ്. പിന്നെ അള്ളാഹു പറഞ്ഞത് വല്ലാഹു വലിയുൽ ലദീന ആമനു, അള്ളാഹു വിശ്വസിച്ച ആളുകളുടെ വലിയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലെ അഡ്രസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അൽ വലി എന്ന് പറയുന്ന നാമം കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനി ഇടം കണ്ടെത്തണം. അള്ളാഹുവിൻ്റെ വിവിധ പേരുകൾ വെച്ച് അവനോട് തേടൽ അള്ളാഹുവിനോട് നടത്തുന്നൊരു തവസ്സുലാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ച് അവനോട് തേടൽ എന്താണ്? അള്ളാഹുവിനോട് നടത്തുന്ന അനുവദിക്കപ്പെട്ടൊരു തവസ്സുലാണ്. അതിനെന്ത് വേണം? അള്ളാഹിൻ്റെ നാമങ്ങളെ ഞാനും അറിയണം. തവസ്സുൽ ഇസ്ലാം അനുവദിക്കപ്പെട്ട 2-3 തലങ്ങളില്ലേ? ഒന്നേതാ? അള്ളാഹിൻ്റെ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക, അസ്മാഉൽ ഹുസ്ന എന്നതിന് പറയാം. അതാണ് ഇപ്പം നമ്മൾ തിങ്കളാഴ്ചകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ചെറിയ രൂപത്തിലെങ്കിലും നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെക്കാൾ തഖ്വയും വറഹമുള്ള പണ്ഡിതന്മാരുടെ ആളുകളോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്നൊരു തവസ്സുലാണ്. മരിച്ചുപോയവരോടല്ല, അല്ലേ? ജീവിച്ചിരിക്കുന്നവരോട്. മൂന്നാമത്തത് ഏതാ? നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായ അമലുകൾ. നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? പണ്ട് അയാൾ കൊടുത്ത്, പണ്ട് ഞാൻ ചെയ്ത നന്മ, ഇന്ന ദഅവത്ത്, ഇന്ന നന്മ, അതൊക്കെ വെച്ചുകൊണ്ട് റബ്ബെ നീ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലേ ആ ഗുഹാവാസികളെ, ഗുഹയിലകപ്പെട്ട 3 ആൾക്ക് കല്ല് നീങ്ങാൻ കാരണമായ പ്രാർത്ഥനയിൽ ഈ തവസ്സുൽ കാണാൻ പറ്റും. അപ്പം ഈ പേരുകൾ അള്ളാഹുവിനോട് ഇനി വലിയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അൽ വലിയായ റബ്ബേ, നീ എൻ്റെ രക്ഷാധികാരിയാണ്, ഈ ഉമ്മത്തിന് രക്ഷ നൽകണേ. സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ പല കോണുകളിലുള്ള മുഅ്മിനീങ്ങളുണ്ട്, അവർക്ക് അൽ വലിയായ റബ്ബേ നീ രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മാറ്റുകൂടും, ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ, അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം അധികം എടുത്തത്. നമ്മൾ കുറച്ച് സമയം വൈകിട്ടാണ് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ സാധാരണ വരുന്ന പല ആളുകളെയും ഇന്ന് കണ്ടിട്ടില്ല. കാരണം പെട്ടെന്ന് ക്ലാസ് ഉണ്ട് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാകാം എന്നുള്ള സദ്വിചാരമാണ് മനസ്സിലുള്ളത്, വേറൊന്നുമില്ല. എന്തായാലും അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ കൂടി കൂട്ടി വരണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന സദസ്സാണ്. അത് ഏറ്റവും അള്ളാഹുവിന് ശ്രേഷ്ഠമായ ഇഷ്ടപ്പെടുന്ന സദസ്സ് കൂടിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഏറ്റവും നല്ല ഇൽമ നമുക്ക് നേടല്ല. അള്ളാഹിനെ കുറിച്ച് നേടുന്ന ഇൽമിനേക്കാൾ വലിയ ഇൽമ വേറല്ല. അള്ളാഹു നമ്മുടെ ഇന്ന് സംസാരിച്ച ഈ സംസാരത്തെയും ഇവിടെ ചെലവഴിച്ച ഈ അല്പസമയത്തെയും നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. പല ആളുകളും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫാവനാജില പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികമായി സംഘർഷങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു സമ്പത്തിലും ജോലിയിലും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട്, അള്ളാഹു എത്രയും പെട്ടെന്ന് ആ ദുരിതത്തിൽ നിന്ന് അതിലകപ്പെട്ടവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് സ്വർഗാവകാശിയായി വിട പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒട്ടനവധി എൻ്റെ പേഴ്സണൽ മെസ്സേജുകളിലേക്ക് തന്നെ ഉസ്താദുങ്ങളെ പ്രസംഗങ്ങളിലേക്ക് ഇത് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ, പ്രത്യേകിച്ച് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ദിവസമായ യുവാവ്
അതുപോലെ ഒരു കുടുംബത്തിലെ യുവാവായൊരു ഭർത്താവ്, യുവതിയായൊരു ഭാര്യ, അതുപോലെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള് മലപ്പുറം ജില്ലയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ അവർ സഞ്ചരിക്കുമ്പോൾ ഒരു ബസ്സിടിച്ച് 3 ആളും മരിച്ചു അല്ലേ? അതുപോലെ ഇന്നലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് 2 യുവാക്കൾ ബുള്ളറ്റിൽ സഞ്ചരിക്കുമ്പോൾ ബുള്ളറ്റ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് റോഡ് പണി നടക്കുമ്പോൾ അതിൻ്റെ കമ്പിയിലേക്ക് അവർ തുളഞ്ഞു കയറി മരിച്ച വാർത്ത ഇന്ന് കേട്ടു. ഇങ്ങനെ ഒട്ടനവധി മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ ഇതെല്ലാം ഉലക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കണം. കൂടുതൽ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് ഇത്തരം വാർത്തകൾ നമ്മൾക്ക് സ്വാധീനമുണ്ടാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് മുത്തഖിയായി ജീവിക്കാൻ, ഈമാനിക മനസ്സോടുകൂടി ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.